എവിടെയാ പോവാൻ പോകുന്ന ചാരുട്ടി? മൈസൂർ സൂ. മൈസൂർ സൂ കണ്ടിട്ട് വരാവേ. നമ്മൾ മൈസൂർ സ്വന്തം വണ്ടിയാക്കിയിട്ട് വരുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ട്രാഫിക് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഡ്രൈവിങ് തന്നെയാണ് കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഒന്നും നോക്കാണ്ടാണ് കേട്ടോ വണ്ടി വരിക. അപ്പോൾ നമ്മളെ സേഫ്റ്റി നമ്മൾ തന്നെ ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടിയെല്ലാം വെച്ച് പിന്നെ നമ്മൾ ചാരുടിക്ക് കഴിക്കാൻ ഒരു പാക്കറ്റിൽ കുറച്ച് നട്ട്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിന്. അതിന് 10 രൂപയാട്ടോ ചാർജ് ചെയ്ത്. അതുപോലെ നിങ്ങൾ എത്ര പാക്കറ്റ് എടുക്കുന്നുണ്ട് അത്രയും പാക്കറ്റിന് ചാർജ് ചെയ്യും. അതേപോലെ വാട്ടർ ബോട്ടിലിനും ചാർജ് ചെയ്യുന്നതാണ് അവിടുന്ന്. പിന്നെ നമ്മൾ നേരെ എൻട്രൻസിലേക്ക് കയറി. അവിടെ എന്ന് വെച്ചാൽ 100 റുപ്പീസാണ് ഒരാൾക്ക് അത് നല്ല വേർത്തായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. കാരണം അത്യാവശ്യം നമുക്ക് നടന്ന് കാണാനുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ആ പൈസ കുറവാണ്. പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാവും. ആ റൂട്ട് മാപ്പ് ഒന്ന് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. എനിക്ക് ഇത് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അയ്യോ ആദ്യം തന്നെ എക്സിറ്റ് വഴി കയറിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു, ബേർഡ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നാൽ മതിയായിരുന്നു എന്ന് ഫീൽ ചെയ്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ കയറിയിട്ട് നമ്മൾ 2 മണി 3 മണി ആ ടൈം ആകുമ്പോഴാണ് ഇതിൻ്റെ അന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോഴേക്ക് നമ്മൾ വിശന്ന് തളർന്ന് ക്ഷീണിച്ച് ഒരു വിധം എന്താ പറയുക ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിന്. കുഞ്ഞായാലും മടുത്തിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം കൂട്ടി പോകുന്നതാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ജീപ്പ് പോലെ നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് അതിനോട് വലിയ നല്ലൊരു ഫീല് തോന്നിയില്ല. കാരണം നടന്ന് കാണുന്നത് തന്നെയായിരിക്കും അതിൻ്റെ ഒരു രസം. പക്ഷേ എന്നാലും ചെറിയ കുട്ടികളെല്ലാം കൊണ്ട് പോകുന്നതാണെങ്കിൽ വയസ്സായവരായാലും എല്ലാം നമ്മൾ വല്ലാണ്ട് അങ്ങ് ടയേർഡാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ആദ്യം തന്നെ എക്സിറ്റ് വഴി കയറി ആനിമൽസിനെ എല്ലാം കണ്ട് എല്ലാം നമ്മൾ ഈ ബേർഡ്സിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബേർഡ്സിൻ്റെ ഇതിലൂടെ കയറി ആദ്യം ബേർഡ്സിനെ എല്ലാം ആദ്യമേ ആസ്വദിച്ച് പിന്നെ ആനിമൽസിൻ്റെ സെക്ഷനിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരു തളരാൻ തുടങ്ങിയിരിക്കും. കൈയും കാലെല്ലാം തളർന്ന് വന്ന് തുടങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് പുലീൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. അവിടെ പോകുമ്പോൾ തന്നെ ഒരു പുലി വേഗം വന്ന് കുറേ നേരം നമ്മൾ അടുത്തേക്ക് കൂടെ കളിച്ചിട്ടുണ്ടായിനെ. ഞാൻ ആദ്യമായിട്ടാണ് പുലീനെ കാണുന്നതെന്ന് പറയാൻ പോക്കാൻ അന്നേരം എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്ന്. നമ്മൾ ഒരു ദിവസം നൈറ്റ് റൈഡിന് പോയ സമയത്ത് ഒരു പുലീനെയും പുലിക്കുട്ടീനെയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര അടുത്തുനിന്നല്ല, ഒരുപാട് ദൂരത്തു നിന്നായിരുന്നു കേട്ടോ കണ്ടിന്. പക്ഷേ ഇത്ര അടുത്തുനിന്ന് കണ്ടപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയായിരുന്നു. പിന്നെ പുലിക്കാണെങ്കിൽ ഒരു മടിയും ഉണ്ടായിട്ടില്ല അടുത്ത് വന്ന് നിൽക്കാൻ. പിന്നെ ഇതാ ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത് ഏട്ടാ, നമുക്ക് തിരിച്ചു പോവാം, ടൈഗർ അടുത്ത് വരുമോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിന്. സിംഹത്തിനെ ആയാലും ബാക്കിയുള്ള ആനിമൽസിനെ ആയാലും എല്ലാം അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിന്. പക്ഷെ ടൈഗറിനെ മാത്രം ദൂരെ ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായത്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമൽസും നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും വരാൻ പ്ലാൻ ചെയ്യുന്നവർ രാവിലെ തന്നെ ഇവിടെ എത്തുക. വൈകുന്നേരം വരെ സൂവിൽ മാത്രം എൻഗേജ്ഡ് ആവാൻ വേണ്ടി നോക്കുക. ഫുഡെല്ലാം എടുത്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്, അവിടെ ഇരുന്ന് കഴിക്കുക കേട്ടോ.
കണ്ണുകൊത്തില്ല ചെന്ന ഫോട്ടോ എടുക്കാൻ ആരുമില്ല വന്നിരിക്കുന്നത് നോക്കറ.
ഒരുപാട് ആനിമൽസും ബേർഡ്സും തന്നെ നമുക്ക് ഈ സൂവിൽ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുറപ്പെടണം. അത് രാവിലെ നമ്മൾ 10 മണിക്ക് കയറിയിട്ട് വൈകുന്നേരമല്ല, ഉച്ചയ്ക്ക് 2 മണി ആ ടൈമിലാണ് ഇറങ്ങാൻ പറ്റിയത്. ഇനി പാലസും കൂടി കാണാൻ വേണ്ടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഫുൾ ഡേ എന്നെ മനസ്സിൽ കണ്ടോളൂ. അത്രയും നമുക്ക് നടന്ന് കാണാനുണ്ട് നമ്മളെ മൈസൂർ സൂവിൽ. അതുകൊണ്ട് അതിനനുസരിച്ച് ടൂറെല്ലാം എല്ലാവരും പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കാണാനുള്ളത് ജിറാഫിനെയാണ്. അങ്ങനെ ജിറാഫിനെയും കണ്ട് നമ്മളെ മൈസൂർ സൂ കണ്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.